ഇന്ത്യയിലെ മാങ്ങ സീസൺ ആരംഭിച്ചതോടെ ഗൾഫിലെ മാർക്കറ്റുകളിലും മാങ്ങകൾ എത്തിത്തുടങ്ങി. ദുബൈയിലെ അൽ അവീർ പച്ചക്കറി മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റുകളിലും വ്യത്യസ്തങ്ങളായ മാങ്ങകളാണ് എത്തിയത്. ഇന്ത്യയിൽ നിന്നുള്ള അൽഫോൺസ മാങ്ങക്കാണ് പ്രിയം കൂടുതൽ. റുമാനി, കേസരി, നീലമാങ്ങ, ബദാമി തുടങ്ങി വേറെ വിവിധയിനം മാങ്ങകളും എത്തുന്നുണ്ട്. മാങ്ങകൾ കൂടുതലും എത്തുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. 3 കിലോ വരെ തൂക്കമുള്ള വലിയ മാങ്ങകളാണ് പാകിസ്ഥാനിൽ നിന്ന് എത്തുന്നത്. ഇതിനു പുറമെ ബ്രസീൽ, കെനിയ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നും UAE-യിലേക്ക് മാങ്ങകൾ കയറ്റി വരുന്നുണ്ട്. ദുബൈയിലുള്ള സ്വദേശികളും വിദേശികളും ഒരുപോലെയാണ് സീസണിൽ മാങ്ങ വാങ്ങിക്കാനെത്തുന്നതെന്ന് ഫ്ലോറൽ ഫ്രൂട്ട്സ് MD CV മുജീബ് പറയുന്നു. ഗ്രോസറികളും അവീർ മാർക്കറ്റിൽ തന്നെ ആൾക്കാർ വന്നെടുത്തു പോയ സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ എല്ലാ വെറൈറ്റി മാങ്ങകളും ഒരേമാതിരി നല്ല ഡിസ്പ്ലേ നല്ല രീതിയിൽ ഉണ്ടായതുകൊണ്ട് ഇവിടെ മാർക്കറ്റിൽ വന്നിട്ട് ആൾക്കാർ എടുത്ത് പോകുന്ന ഒരു സ്റ്റൈൽ മാറിയിട്ട് ഫാമിലി കസ്റ്റമറൊക്കെ സൂപ്പർ മാർക്കറ്റിൽ പോയി ചൂസ്, കാരണം അവർക്ക് ഒരു പീസ് വേണമെങ്കിൽ 2 പീസ് വേണമെങ്കിൽ നല്ല ക്വാളിറ്റി നോക്കിയിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു ചോയ്സ് ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകൾക്ക് മാറിയിരിക്കണം മാങ്ങൻ്റെ ബിസിനസ്. യൂറോപ്പിൽ ഇന്ത്യൻ മാങ്ങയ്ക്കെതിരെ നടന്ന കുപ്രചാരണം ഇന്ത്യയിൽ നിന്ന് UAE-യിൽ മാങ്ങ എത്തുന്നതിന് തടസ്സമായിട്ടില്ല. യൂറോപ്യൻ യൂണിയൻ ഒരു കംപ്ലൈൻറ്റ് ഇന്ത്യൻ മാങ്ങയ്ക്ക് പേരിൽ ഒരു ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും അത് UAE മാർക്കിൽ അത് എഫക്റ്റ് ചെയ്തിട്ടില്ല. കാരണം യൂറോപ്യൻ കൺട്രിയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ മാങ്ങയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. പ്രതിദിനം ടൺ കണക്കിന് മാങ്ങയാണ് UAE-യിലെ വിവിധ എമിറേറ്റുകളിലെ മാർക്കറ്റുകളിലേക്ക് വിതരണം ചെയ്യുന്നത്. മാങ്ങയുടെ ഗുണവ്യത്യാസങ്ങൾക്കനുസരിച്ച് വിലയിലും കാര്യമായ വ്യത്യാസമുണ്ട്. അടുത്തുവരുന്ന റമദാനിൽ മാർക്കറ്റുകളിൽ മാങ്ങ കാര്യമായി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മീഡിയ 1 ദുബായ്.